ജനുവരി 8 ബുധനാഴ്ച. മാർക്കോസ് 6:45 മുതൽ 52 വരെ വാക്യങ്ങൾ. രാത്രി ആയപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് വല്ലാത്ത ഭയമുണ്ടായി. ഒരു വലിയ കൊടുങ്കാറ്റ് വരുമെന്ന് അവൻ സ്വപ്നം കണ്ടു. അവൻ ഒരു ബോട്ടിലിരിക്കുകയായിരുന്നു. കാറ്റ് ഉയരുകയാണ്. ഭയം അവനെ കീഴടക്കുന്നു. ഉടനെ കുട്ടി ഞെട്ടി എഴുന്നേറ്റ് നല്ല ഉറക്കത്തിലായിരുന്ന തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തി തൻ്റെ ഭയപ്പെടുത്തുന്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അച്ഛൻ കുട്ടിയെ കിടക്കയിലേക്ക് തന്നോടൊപ്പം കിടത്തിയിട്ട് പറഞ്ഞു, നോക്കൂ, എല്ലാവരും ചിലപ്പോൾ ഭയപ്പെടുന്നു. സ്വപ്നങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ചിലപ്പോൾ എനിക്കും പേടിയാണ്. കുട്ടി തൻ്റെ പിതാവിനോട് ചോദിച്ചു, അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞു, പിന്നെ ഞാൻ പോയി ഒരു സുഹൃത്തിനോട് സംസാരിക്കും, എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളോട്. എൻ്റെ ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ കളിയാക്കി ചിരിക്കില്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് ഭയം മാറുമോ? കുട്ടി ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല, പൂർണ്ണമായി മാറില്ല. അത് എപ്പോഴും ഏതെങ്കിലും തരത്തിൽ നമ്മിൽ ചുറ്റിപ്പറ്റി കിടക്കും. എന്നാൽ ഒരാൾക്കൊരു സുഹൃത്തുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. അവനോട് തുറന്നു പറയാം, നോക്കൂ, എനിക്ക് പേടിയാണ്, നീ എന്നെ സഹായിക്കുമോ? ഇന്നത്തെ സുവിശേഷം വളരെ പരിചിതമായ ഒന്നാണ്, കടലിലെ കൊടുങ്കാറ്റ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ബെത്സയിദയിലേക്ക് കടക്കാൻ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. നേരം സന്ധ്യയായി. അധികം കഴിയുന്നതിന് മുമ്പ് ഇരുട്ടും. അവർ തുഴയാൻ തുടങ്ങിയപ്പോൾ ആകാശം കൂടുതൽ മേഘാവൃതവും ഭീഷണിയുള്ളതുമായി വളർന്നു. കാറ്റ് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. കുറെ കിലോമീറ്ററുകൾ തുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രൂപം വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നവർ കണ്ടു. അസാധ്യമായ കാര്യം, ഒരു പ്രേതമാണോ? അവർ ഭയപ്പെട്ടു. വഞ്ചിയുടെ അടുത്തെത്തിയപ്പോൾ ആ രൂപം അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. യേശു വള്ളത്തിൽ കയറിയപ്പോൾ കാറ്റ് നിന്നു. ജീവിതം പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന സാഹചര്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് യേശു നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ ബോട്ടിലേക്ക് വരട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കൊടുങ്കാറ്റ് ഞാൻ ശാന്തമാക്കും. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.